ഇന്നലെ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പക്ഷേ പണമില്ലാത്തതിനാൽ പിന്മാറുന്നു എന്നായിരുന്നു പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം മത്സര രംഗത്ത് ഉണ്ടാകും, തിരഞ്ഞെടുപ്പ് ഗോതയിൽ അദ്ദേഹം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഒരു 9:30 തന്നെ മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. അപ്പോൾ നാളെ തന്നെ അത് സമർപ്പിക്കുകയും ചെയ്യും. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മത്സരിക്കാൻ ഇതിനോടകം തന്നെ പി വി അൻവറിനോട് തീരുമാനിച്ചു കൊള്ളാൻ അനുമതി നൽകിയിരുന്നു. പാർട്ടി ചിഹ്നം അനുവദിച്ചു നൽകി എന്നുള്ളതാണ് പുതിയ ഒരു കാര്യമുള്ളത്. അതിലെ 2 പൂവും പുല്ലുകളുമുള്ള ആ ചിഹ്നത്തിലായിരിക്കും മത്സരിക്കാൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പി വി അൻവറിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ച ഓട്ടോറിക്ഷയിൽ തന്നെ മത്സരിക്കാനുള്ള താല്പര്യമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പി വി അൻവർ കൂടി മത്സര രംഗത്തേക്ക് വരുന്നതോടുകൂടി അത് LDF-നും UDF-നെയും സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ബാധിക്കുമോ? തൻ്റെ കയ്യിലുള്ള വോട്ട് എത്രയുണ്ട്, എത്ര വോട്ട് തനിക്കുണ്ട്, അതങ്ങനെ ശക്തി തെളിയിക്കാൻ കൂടി ഒരുങ്ങുകയാണ് പി വി അൻവർ ഈ ഘട്ടത്തിലെന്ന് പറയാം. ഒപ്പം പിണറായി സത്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെക്കുന്നതും ഈ തിരഞ്ഞെടുപ്പ് വരുന്നതും ഒക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് UDF-ഉമായുള്ള ഒരു കലഹത്തിൽ, പ്രത്യേകിച്ച് VD സതീശനുമായുള്ള ഒരു കലഹത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്.